friends, welcome back to Reema's kitchen. Now we are going to make a sweet dish. A Paneer Recipe. The main course is bread. Bread is bread. Sweet ingredients unsalted butter. Butter. Main item paneer venam, vanilla essence venam, panchasara venam, bread venam, endella nuts okke ningane kayilundu adakku edukam. Appo bedamum indapozhu eduthittundu. Pinne namukku bread onnu seal cheyanayittu korchu maida eduthittundu. Adu namukku korchu vellam oyich onnu paste aakki vekkam. Appo itrayanu nammade bread sweet roll nu venda ingredients. Appo idonnu this is paste. We will nuts. Nuts pieces. Chopper crush just powder chop pieces. Nuts cut ചെയ്തു വെച്ചു ഇന്തപ്പഴമൊക്കെ കട്ട് ചെയ്തു വെച്ചു അപ്പോൾ നമ്മുടെ ഇവിടെ പനീർ ക്യൂബ്സ് ആയിട്ടാണ് മേടിക്കാൻ കിട്ടിയത് അപ്പോൾ ഇതൊന്ന് കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുക്കുക നമുക്ക് മുറിക്കോ ഒന്നും ചെയ്യണ്ട നമുക്കൊന്ന് പൊടിച്ച് ഇതൊന്ന് പൊടിയാക്കാം കൈ കൊണ്ടൊന്ന് തിരുമ്മി കൊടുക്കുക അപ്പോൾ നമ്മൾ പനീർ നന്നായിട്ട് തിരുമ്മി പൊടിച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കൊരു ഇതൊന്ന് നമുക്ക് ബട്ടറിലെല്ലാം ഒന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം അതിനായിട്ട് നമുക്കൊരു പാൻ വെച്ചിട്ട് ബാക്കി പ്രോസസ്സാണ് ഒരു പാൻ വെക്കുക അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം നമ്മുടെ നട്ട്സും ഈന്തപ്പഴവും തേങ്ങാപ്പീരും എല്ലാം നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിൻ്റെ ആ വെള്ളമയമൊക്കെ ഒന്ന് പോകണം തേങ്ങാപ്പീരിൻ്റെ അപ്പം ബട്ടർ ഇട്ടു ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം നമുക്ക് തേങ്ങാപ്പീര് ഇട്ടൊന്ന് വരട്ടാം കാരണം നമ്മുടെ തേങ്ങാപ്പീരയ്ക്ക് അത് കുറച്ച് വെള്ളമയമൊക്കെ ഉണ്ടല്ലോ തേങ്ങാപ്പീര് ഒരു പിടി തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം ഒന്നൊന്നര പിടി തേങ്ങാപ്പീര ഇട്ട് കൊടുത്തു ഇത് നന്നായിട്ട് ബട്ടറിനകത്ത് ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ തേങ്ങാപ്പീര ബട്ടറിലൊന്ന് ഇതായി വരുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് അതിൻ്റെ വെള്ളമയമൊക്കെ ഒന്ന് മാറി ഇച്ചിരി ഇട്ട് കൊടുത്തു ബട്ടർ നമുക്ക് ഇത്ര മതി നട്ട്സ് ഇടുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബട്ടർ ഇട്ട് കൊടുക്കണം തേങ്ങാപ്പീര ഒന്ന് റോസ്റ്റ് ആയിക്കോട്ടെ ഇനി ഈ മിക്സിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബദാമും ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം നട്ട്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ അതെല്ലാം ഇടാം ഡ്രൈ ഫ്രൂട്ട്സ് ഏതായാലും നല്ലതാണ് നട്ട്സ് ഒക്കെ റോസ്റ്റ് ചെയ്ത് വരുമ്പോൾ ബട്ടറിൽ നല്ലതായിട്ട് റോസ്റ്റ് ചെയ്ത് വരുന്നിട്ട് നല്ല മണമൊക്കെ ഉണ്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന പനീർ ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഒരു വെള്ളത്തിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം ഒരു 2-3 ഡ്രോപ്പ് വാനില എസൻസ് മിക്സ് ചെയ്യുക പനീറിൻ്റെ ആ വെള്ളമയം ഒന്ന് മാറുന്നത് വരെ ഒരുപാടൊന്നും ഫ്രൈ ചെയ്യണ്ട ജസ്റ്റ് ആ വെള്ളമയൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾസ്പൂൺ പഞ്ചസാര ലാസ്റ്റ്
അപ്പോൾ നമ്മുടെ ഷുഗർ ഇട്ട് കൊടുത്തു. അപ്പോൾ ഷുഗറിൻ്റെ ആ മയമൊക്കെ ഇറങ്ങി പനീരയിലെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഒന്ന് ഡ്രൈ ആക്കിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ പനീറിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്തു. ഇനി നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് റൂം ടെമ്പറേച്ചറിലാവണം. എന്നിട്ട് നമുക്കിനി ബ്രെഡിനകത്ത് ഇത് ഫില്ല് ചെയ്യാം. നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആറണം. എന്നിട്ട് നമുക്ക് ബ്രെഡിൻ്റെ കോൺ ഷേപ്പിലാക്കിയിട്ട് നമുക്ക് ബ്രെഡിൽ ഫില്ല് ചെയ്യാം. എന്നാല് അതിൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കാം. ഇനി നമ്മൾ ഫില്ലിങ് നിറയ്ക്കാൻ പോകുന്നത് ഇതുപോലൊരു കോൺ ഷേപ്പിലാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമുക്ക് ഈ കോൺ ഒന്ന് ഫോൾഡ് ചെയ്യണ്ടേ. അതിന് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് കുറച്ച് മൈദ പേസ്റ്റ് എടുത്ത് ഞാൻ മൈദ ഒന്ന് ഇച്ചിരി വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് ഒരു സൈഡിൽ തേച്ച് കൊടുക്കാം. വെള്ളം യൂസ് ചെയ്ത് സീൽ ചെയ്താലും ചിലപ്പം വിട്ട് പോരും. അപ്പോൾ ഇതാ ഇത്തിരി സെക്യൂറായിട്ട് ഇരുന്നോളും. നമുക്കിത് ഫോൾഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് മിക്സ് ഇട്ട് കൊടുക്കാം. മിക്സ് എടുത്തിട്ട് ഇതിനകത്തോട്ട് ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്തു. ഇനി ഇത് ഈ പോർഷനിൽ നമുക്ക് മൈദ ചേർത്തിട്ട് ഇതിങ്ങനെ ഫോൾഡ് ചെയ്യാം. ഒരു നമ്മുടെ കോണിൻ്റെ ഷേപ്പിൽ ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷേപ്പ്. ഞാനിവിടെ ഒരെണ്ണം ചെയ്തായിരുന്നു. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് എല്ലാ ബ്രെഡും റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഓരോ കോൺസ് എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കപ്പോൾ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതിനകത്തോട്ട് നമുക്ക് ഓരോ കോണും ഇട്ട് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് ഇട്ടാൽ മതി. കാരണം നമ്മുടെ പാത്രത്തിന് വലുപ്പം അനുസരിച്ച് ഓരോന്നോരോന്നായിട്ട് ഇടുമ്പോൾ പൊട്ടാതെ നമുക്ക് നല്ല കറക്റ്റായി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ രണ്ട് സൈഡും മുരിഞ്ഞെടുക്കാം. തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ മൈദ യൂസ് ചെയ്ത് സീൽ ചെയ്തുകൊണ്ട് നല്ല കറക്റ്റ് പെർഫെക്റ്റ് ഷേപ്പ് ആയിട്ടുണ്ട്.
വളരെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ളൊരു സ്വീറ്റ് ഡിഷ്. അപ്പം നമ്മുടെ ഫസ്റ്റ് കോൺ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേന് പൊരി മാറ്റുക. ഇനിയില്ലെങ്കിൽ നമുക്ക് അടുത്ത കോൺസ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ പനീർ സ്വീറ്റ് കോൺ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സൂപ്പർ റെസിപ്പിയാണ്, സ്വീറ്റ് ഡിഷ്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാൻ, നിങ്ങൾ കമൻറ്റ്സ് പറയാൻ മറക്കരുത്. ഓക്കെ, അപ്പം ഞാനൊന്ന് മുറിച്ച് കാണിക്കാം ഇതിൻ്റെ ഫില്ലിംഗ് ഉള്ളിൽ എങ്ങനെ